ഞാൻ കുറച്ച് ബീഫ് ഇറച്ചി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ അതൊന്ന് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശകല ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇറച്ചിയിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണ് അജിനാമോട്ടോ ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കൂല, അപ്പോൾ അതിനനുസരിച്ച് മാറ്റുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഒരു ടീസ്പൂണ് സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂണ് ചില്ലി സോസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് കളർ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ. നമുക്കിതിലേക്ക് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് നമുക്ക് അപ്പോഴേക്കും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് ക്യാപ്സിക്കം ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ചെറുതായിട്ട് പച്ചപ്പൊന്ന് മാറുന്നത് വരെ നമുക്കതൊന്ന് വറുത്ത് കോരാം. അപ്പം നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ബീഫ് ഇറച്ചി കൂടി ഒന്ന് വറുക്കാനായിട്ട് ഇടാം. നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ